നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് വ്യാപിക്കുന്ന വാർത്തകൾ കുറച്ചു നാളായി എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെങ്കിലും ഇപ്പോഴത്തെ പല രാജ്യങ്ങളിലും ഇത് വ്യാപിക്കുന്നതായുള്ള വാർത്തകളും പുറത്തുവന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് RT-PCR നിർബന്ധമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. ചൈന, ഹോങ്കോങ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് RT-PCR പരിശോധന നിർബന്ധമാക്കിയായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. RT-PCR ഫലം എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പുറപ്പെടുന്നതിന് മുമ്പാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ ഉത്തരവ് ജനുവരി 1 മുതൽ നടപ്പിലാക്കുകയും ചെയ്യും. രോഗലക്ഷണങ്ങളുള്ളവരെയും രോഗം സ്ഥിരീകരിക്കുന്നവരെയും ക്വാറന്റീനിൽ പ്രവേശിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വിമാനത്താവളങ്ങളിൽ പരിശോധന തുടങ്ങിയിരുന്നു. അന്താരാഷ്ട്ര യാത്രക്കാരിൽ 2% പേരിലും ചൈന, ജപ്പാൻ, തായ്ലാന്റ്, ഹോങ്കോങ്, തെക്കൻ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഴുവൻ യാത്രക്കാരിലും RT-PCR പരിശോധന നടത്തുന്നുണ്ട്. പരിശോധിച്ച 6000 പേരിൽ 39 പേർക്കാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയച്ചിട്ടുമുണ്ട്. ജനിതക ശ്രേണീകരണത്തിന്റെ ഫലം കൂടി അറിയുന്ന അടുത്ത 40 ദിവസം രാജ്യത്തിന് നിർണായകമാണെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലും പരിശോധനയും നിരീക്ഷണവും കൂട്ടാൻ ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ്. അതേസമയം ജനുവരി പകുതിയോടെ രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചേക്കുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി. അടുത്ത 40 ദിവസം നിർണായകമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കിഴക്കൻ ഏഷ്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ തന്നെ 30 തുടങ്ങി 35 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ പുതിയ തരംഗം റിപ്പോർട്ട് ചെയ്യാറുള്ളതെന്നാണ് മുൻ ട്രെൻഡുകളെന്ന് ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. അതേസമയം കോവിഡ് കുറവായിരിക്കുമെന്നും മരണമോ ആശുപത്രിവാസമോ പോലുള്ള ഗുരുതര സാഹചര്യങ്ങൾ കുറവായിരിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് വരുന്നവരിലാണ് കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2 ദിവസത്തിനിടെ വിദേശത്തു നിന്ന് വന്ന 39 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. നിലവിൽ എയർപോർട്ടുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുമുണ്ട്. ചൈന, ജപ്പാൻ, തായ്ലാന്റ്, ഹോങ്കോങ്, തെക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുഴുവൻ യാത്രക്കാരിലും RT-PCR പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നു. വിദേശത്തു നിന്നെത്തി കോവിഡ് സ്ഥിരീകരിച്ച 39 പേരുടെ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിലെ സജീവ കേസുകളുടെ എണ്ണം നിലവിൽ 3468 ആണ്. സജീവ കേസുകൾ മൊത്തം കേസുകളുടെ 0.03% മാത്രമാണ്. രോഗമുക്തി നിരക്ക് നിലവിൽ 98.8%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 141 പേർ രോഗമുക്തരായി. മൊത്തം രോഗമുക്തി 4,41,43,483 വർദ്ധിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 188 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതിദിന രോഗസ്ഥിരീകരണത്തിന്റെ നിരക്ക് 0.14%. പ്രതിവാര രോഗസ്ഥിരീകരണ നിരക്ക് 0.18%. ഇതുവരെ നടത്തിയ മൊത്തം പരിശോധനകൾ 91.01 കോടി കവിഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.